ഡൈയിങ്ങും കൂടെ ചെയ്യാനുള്ള ടൈം എനിക്കിപ്പോൾ കിട്ടാറേ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഡൈയിങ്ങൊക്കെ പുറത്താട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കളേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രീനും യെല്ലോയും ആണ് പീസ് ഉള്ളത്. അപ്പോൾ ഗ്രീനിൻ്റെ പീസിൽ ഏത് കളർ വേണമെന്ന് നോക്കി സെലക്ട് ചെയ്ത് അതൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്, ഇപ്പോൾ എടുത്തതൊന്നും അല്ല കേട്ടോ. സംഭവം എല്ലാം സെറ്റാക്കിയിട്ടാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതേ നമുക്ക് ഒരു കളർ മാത്രമാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെത് തല തിരിഞ്ഞിട്ടാണ് വന്നത്. അതായത് ഗ്രീന് വൈറ്റിൻ്റെ അടിയിൽ പ്ലെയിൻ ആയിട്ടാണ് വേണ്ടത്. അതായത് വൈറ്റ് മുകളിലും ഗ്രീൻ അടിയിലുമായിട്ട്, യെല്ലോയുടെ അടിയിൽ ബ്ലൂവും ഇതുപോലെയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് തന്നേക്കുന്നത് ബ്ലൂ സെപ്പറേറ്റ് വൈറ്റിൻ്റെ കൂടെയും യെല്ലോയുടെ കൂടെ ഗ്രീനും ആയിട്ടാണ് തന്നേക്കുന്നത്. തല തിരിഞ്ഞു പോയതാണ് കേട്ടോ അത്. എന്തോ ഭാഗ്യത്തിന് ബ്ലൂവിൻ്റെത് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ആക്കി. പക്ഷെ മറ്റേത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അത് വേസ്റ്റായി പോയായിരുന്നു ചെയ്തായിരുന്നേ. ഡ്രൈയിങ്ങിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു ഡ്രൈയിങ്ങിൻ്റെ ഡ്രസ്സ് വീണ്ടും കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം വീഡിയോ എടുത്തിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ആൾക്ക് നമുക്ക് ടെയിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതിൽ നമുക്ക് ഇതുപോലെ കുട്ടിയുടെ പേര് ടേൺസ് 1 എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നായിരുന്നു ബേബിയുടെ പേര് വന്നിട്ട്. ഡെയിൽ മാത്രമല്ല വിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിങ്സ് വന്നിട്ട്. വിങ്സിൽ നമ്മൾ ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കളർ കോമ്പോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ.